നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്റ്റാർ മണ്ഡലമായ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചാരണ പരിപാടികളുമായി ഓട്ടത്തിലാണ്. 3 പാർട്ടികളും ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ടുള്ള പ്രചാരണമാണ് നടത്തുന്നത്. മുൻ സർക്കാരുകളുടെ പ്രകടനത്തിന്റെ വിലയിരുത്തലാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വീഴ്ചകളെയാണ് രാജീവ് ചന്ദ്രശേഖർ ആയുധമാക്കുന്നത്. ഇപ്പോൾ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണ് രംഗത്ത് വരുന്നത്. ഇന്ന് ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടാതെ കട്ടപ്പുറത്താകുമെന്ന സ്ഥിതിയിൽ നിൽക്കുകയാണ് KSRTC. അതിൽ KSRTC രക്ഷിക്കാൻ കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് നിവേദനം നൽകിയിരിക്കുകയാണ് KSRTC എംപ്ലോയീസ് സംഘം. KSRTCയെ ജനോപകാരപ്രദമായി നിലനിർത്താനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്ന വിധത്തിലുള്ള പരിവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ നടപ്പിലാക്കാൻ അടിയന്തര ശ്രദ്ധ നൽകണമെന്നതാണ് ഇവരുടെ ആവശ്യം. സാധാരണക്കാരുടെ ആശ്രയമാണ് KSRTC. എന്നാൽ അതിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും വിധത്തിലുള്ള നയങ്ങളാണ് കേരള സർക്കാർ കൈക്കൊള്ളുന്നത്. കാലപ്പഴക്കം ചെന്ന് വാഹനങ്ങൾക്ക് പകരം നൽകാനോ പുതിയ ജീവനക്കാരെ നിയമിക്കാത്തതോ ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. ദേശസാൽകൃത റൂട്ടുകളിൽ പോലും സർവീസ് നടത്താതെ സാധിക്കുന്നില്ലെന്ന് ജീവനക്കാർ സമർപ്പിച്ച നിവേദനത്തിൽ പറയുന്നു. വോട്ട് അഭ്യർത്ഥിച്ച് തമ്പാനൂർ ബസ് സ്റ്റേഷൻ സന്ദർശിച്ചപ്പോഴായിരുന്നു രാജീവ് ചന്ദ്രശേഖരന് ജീവനക്കാർ നിവേദനം കൈമാറിയത്. KSRTC ജീവനക്കാരുടെ പ്രശ്നം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടതാണെന്നും MP ആയാൽ ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. നിലവിൽ KSRTCയെ രക്ഷിക്കാനാണ് 2ാം തവണ മന്ത്രി ഗണേഷ് കുമാർ അധികാരം ഏറ്റെടുത്തത്. KSRTCയെ രക്ഷിക്കാൻ ഗണേഷ് എന്നൊക്കെയെന്ന് ഹാഷ്ടാഗ്. പക്ഷേ കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് കുഴഞ്ഞു. മന്ത്രിയുടെ പരിഷ്കരണങ്ങൾ ഒന്നും തന്നെ സർക്കാരിനും ചില കൂട്ടർക്കും ഇഷ്ടമില്ലാതെ വന്നതോടെ പണി പാളി. ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലാണ് ഗണേഷ് കുമാർ. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നൊരു അവതാരം വരുന്നത്. ഏതായാലും തിരുവനന്തപുരത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ KSRTC അദ്ദേഹം രക്ഷിക്കുമെന്നുള്ള ഉറപ്പാണ് തന്നിരിക്കുന്നത്. ഏതായാലും ഇത് രാജ്യത്തിന്റെയും ഈ കേരളത്തിന്റെയും ഒപ്പം തിരുവനന്തപുരത്തിന്റെയും പുരോഗതിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിലെ വിവിധ യോഗങ്ങളിൽ ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. കൊടിയ സാമ്പത്തിക ബുദ്ധിമുട്ട് കേരള ജനതയ്ക്ക് മേൽ കെട്ടിവെച്ച സംസ്ഥാന സർക്കാരിനെ പ്രത്യേകമായി 2200 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക എവിടെ പോയി? ആ ഫണ്ടുകൾ ഉപയോഗിച്ച് ഇവിടെ ഉൽപാദന ആസ്തികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ടൂറിസം ഐറ്റിയുമല്ലാതെ കേരളത്തിന് മറ്റൊരു വരുമാന മാർഗമില്ലെന്നും സംസ്ഥാന സർക്കാർ തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നു. അതിനർത്ഥം സംസ്ഥാനത്ത് കൃഷി, ഉൽപാദന, മത്സ്യബന്ധന മേഖലയുടെ വികസനം എന്നിവയൊന്നും നടക്കുന്നില്ല എന്നാണോ? തിരുവനന്തപുരത്തെ വികസനത്തെക്കുറിച്ച് ഞാൻ ഏറെ പഠിച്ചിട്ടുണ്ട്. നിരവധി കാര്യങ്ങൾ പഠിച്ചു. നരേന്ദ്രമോദിജിക്കൊപ്പം പ്രവർത്തിച്ചാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കത് ചെയ്യാൻ കഴിയുമെന്നും രാജീവ് ചന്ദ്രശേഖർ ആത്മവിശ്വാസത്തോടെ പറയുന്നു.